ഹായ്, ഏതാണ്ട് ഒരു വർഷം മുമ്പ് പാലക്കാടുള്ള ഷീര ഡയറി ഫാമിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതായത് പുല്ല് വേണ്ട, വൈക്കോല് വേണ്ട, വളരെ ലാഭകരമായിട്ട് നമുക്ക് പശു വളർത്താൻ സാധിക്കും. ഇതെങ്ങനെയാണെന്ന് കാണിച്ചുകൊണ്ടൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്ക് ഒരുപാട് കമന്റ് വന്നിരുന്നു. ഈ ഒരു പശു വളർത്തൽ 6 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് പൂട്ടിക്കെട്ടുന്നു. ഇപ്പൊ ഏകദേശം ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അന്ന് വെറും 10 പശു ഉണ്ടായിരുന്ന ഈ ഒരു ഫാമിൽ ഇപ്പൊ 23-ലധികം പശുക്കളുണ്ട്. അപ്പോൾ ഈ ഒരു ഫാമിന്റെ വിജയ രഹസ്യം എന്ന് പറയുന്നത് തന്നെ പുല്ല് വേണ്ട, വൈക്കോല് വേണ്ട എന്നൊരു സംഭവം തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഹൈബ്രിഡ് പശുക്കളെ തന്നെയാണ് ഇവിടെ വളർത്തുന്നത്. അപ്പോൾ ഈ ഒരു ഫാമിന്റെ ആളുകളുടെ അടുത്ത് തന്നെ നമുക്ക് ഇതിനെ കുറിച്ച് വിശദമായിട്ട് ചോദിക്കാം. അപ്പൊ നേരെ വീഡിയോ വയ്ക്കാം. ഏകദേശം പറഞ്ഞിട്ടൊരു 10 മാസം 11 മാസം ആയിട്ടുണ്ടാവൂലേ? അതെ 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 അതെ. നമ്മളിപ്പോ അതേ മെത്തേഡ് തന്നെയാണ്. ഇതേ കാണുന്ന സൈലേജ് ആണ്. ഈ റോഡ് കാണുന്ന മൊത്തം സൈലേജ് ആണ്. മഴ ആയ കാരണം വെളിക്കാക്കണ്ട. ഇവിടെ വേറെ പുല്ല ഒന്നുമില്ല. ആ സ്ഥലങ്ങളൊക്കെ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഒരു വ്യത്യാസവും ഇല്ല. സൈലേജ് കൊടുക്കുമ്പോ പശുക്കൾക്ക് ക്ഷീണം അങ്ങനെ വല്ല സംഭവിക്കുന്നുണ്ടോ? ഇതാ നമ്മൾ അന്ന് നമ്മളെ കണ്ട അതേ പശുക്കൾ തന്നെയാണ് നിൽക്കുന്നത്. ചെനയായിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. സെക്ഷനിലുള്ള നമ്മുടെ 3 പശുക്കളും ചെനയായിട്ട് നമ്മളിവിടെ മാറ്റി നിർത്തിയേക്കാം. ഈ പശു ഒന്ന് ഹൈലൈറ്റ്സ് ആയിട്ടാണ് നമ്മൾ അന്ന് നോക്കിയതാണ്. ശരിയാട്ടോ അല്ലേ? അതെ. പിന്നെ ആ കൊമ്പുള്ള പശു, അതിന്റെ തടി കണ്ടില്ലേ? വീട് കാണുന്നവർക്ക് ഒന്നുകൂടി കാണാം എങ്ങനെ ഉണ്ട് അതിന്റെ ശരീരം എന്നുള്ളത്. നെക്സ്റ്റ് ഒന്ന് ഇതാ പ്രസവിക്കാനായി നിൽക്കണം. ഇപ്പൊ ഒരു 2-3 ദിവസത്തിനുള്ളിൽ പ്രസവിക്കാൻ നിൽക്കുന്ന ഒരു പശുവാണ്. ഇതെല്ലാം നമുക്ക് അന്നത്തെ അതിലുണ്ടായിരുന്ന അതേ പശുക്കൾ തന്നെ. ഇതാ നോയിക്കോളൂ. ആ പശു ഇതെല്ലാം നമ്മള് അന്ന് വീഡിയോ എടുക്കുമ്പോ അന്ന് 15 പശു ഉള്ളൂ. നമുക്ക് ഏകദേശം ഒരു 25-26ഓളം പശുക്കളായിട്ടുണ്ട്. എന്തൊക്കെയാ കൊടുക്കണേ? നമ്മള് തീറ്റയിൽ ഇതുവരെ ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇല്ല. അതേപോലെ തന്നെ നമ്മള് ശാന്തിയുടെ പെല്ലറ്റാണ് കൊടുക്കുന്നത്. അത് ഏകദേശം 1.5 കിലോ. ഒരു 20 ലിറ്റർ കറക്കുന്ന പശുവാണെങ്കിൽ പിന്നെ സോയാ തവിട്, അതുപോലെ തന്നെ ഗോതമ്പ് നൈസ്, പിന്നെ ഓട്സ്, പിന്നെ ചോളത്തിന്റെ തവി, അത് അങ്ങനെ 5 ഐറ്റമാണ് മിക്സ് ആക്കിയിട്ട് അതും സെയിം പെല്ലറ്റും തന്നെയാണ് നമ്മൾ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ അതിലൊരു ചേഞ്ച് ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പശുവിനെ ട്രൈ ചെയ്ത് നോക്കും. അത് സക്സസ് ആയി തോന്നിയില്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കും. ഇപ്പോഴും നമുക്ക് എപ്പോഴും സക്സസ് ആയി നിൽക്കുന്നത് അതേ ഫീഡ് തന്നെയാണ്. അതേപോലെ നമ്മൾ കുതിർത്തി വെക്കും. തലേന്ന്, അതായത് വൈകുന്നേരത്തേക്കുള്ളത് ഈ സമയത്തേക്കുള്ളത് രാവിലെ തന്നെ കുതിർത്തി വെക്കും. സെയിം മെത്തേഡ് തന്നെ. നമ്മൾ അതിലൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇതെല്ലാം ആ സമയത്ത് ഉണ്ടാകുന്ന പശുക്കൾ തന്നെയാണ്. അവരെ തടിയെ നോക്കാം. അതേപോലെ 5 കിലോ സൈലേജ് മാത്രം കഴിച്ച് നിൽക്കുന്ന പശുക്കളാണ്. രാവിലെ 5 കിലോ, വൈകിട്ട് 5 കിലോ സൈലേജ് മാത്രം. പിന്നെ ഒന്നുമില്ല. എത്ര വലിയ പശുക്കളായാലും ഞങ്ങൾ അതിൽ മാറ്റം വരുത്തില്ല. നമ്മളോട് ചോദിക്കുന്നവരോട് 5-6 കിലോ കൊടുക്കാൻ പറയുന്നല്ലാതെ ഞങ്ങൾ ഇവിടെ കറക്റ്റ് ആയിട്ട് 5 കിലോനാണ് കൊടുത്തു വരുന്നത്. എത്രത്തോളം പാൽ ഉൽപാദനം ഉണ്ട്? ഇപ്പൊ നമ്മൾ ഏകദേശം 400 ലിറ്ററിൽ എത്തിയിട്ടുണ്ട്. ആണല്ലേ? 400-410 ലിറ്റർ പാലില് നമ്മളിപ്പോ എത്തിയിട്ടുണ്ട്. അതിൽ കറവ് പറ്റിയതുണ്ട്, ചെനപ്പശുക്കളുണ്ട്, കറക്കുന്ന പശുക്കളും ഉണ്ട്. ഇത്തരത്തിൽ തീറ്റക്രമം ആക്കിയിട്ട് ശരിക്കും എന്താണ് ഒരു ലാഭമായിട്ട് തോന്നുന്നത്? നമുക്ക് എന്താ തീറ്റക്രമത്തിന് എന്താന്ന് വെച്ചാൽ ഇപ്പൊ കണ്ടില്ലേ, പശുക്കൾക്ക് ഹെൽത്തിന് കുഴപ്പമില്ല. ചെന പിടിക്കാന് വേറെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. മെയിനായിട്ട് അതന്നെ. പിന്നെ നമുക്ക് സൈലേജ് അടക്കം കൊടുത്താൽ കൂടി എനിക്ക് തീറ്റ ചെലവ് ഒരു 300-320 രൂപയാണ് ഒരു പശുവിന് വരുന്നത്. ഒരു 20 ലിറ്റർ ഇറക്കുന്ന പശു ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായിട്ട് നമുക്കൊരു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു 3-4 മാസത്തോളൊക്കെ ഒരു 500 രൂപ മേലെ നമുക്ക് മാറ്റി വെക്കാൻ തീർച്ചയായിട്ടും കഴിയും. 20 ലിറ്റർ കറണം. എന്തായാലും നമ്മൾ കൊണ്ടുവരുന്ന പശുക്കൾ 20 നിൽക്കില്ല. 25, 26, 24 ഒക്കെ വരും. നമ്മളിപ്പോ ഒരു ഫാമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള HF ഹൈ ക്വാളിറ്റി ഉള്ള നല്ല പശുക്കൾ തന്നെ, പാൽ ഈടുള്ള പശുക്കൾ വളർത്തിയാൽ മാത്രമാണ് നമുക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ചെറിയ പശുക്കളെ വെച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരിക്കലും മുന്നോട്ട് പോക്ക് അത്ര ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ് ചെറിയ പശുക്കളെ വെച്ച് മുന്നോട്ട് പോകാന്ന് പറഞ്ഞിട്ട്. സ്വാഭാവികമായിട്ടും അവരുടെ പാലില് കുറയും. സ്വാഭാവികമായിട്ടും 1 മാസം 2 മാസം ആകുമ്പോൾ തന്നെ പാലിൽ കുറയും. അതിനാണ് നമ്മൾ ഇത്ര ബ്രീഡ് പശുക്കളെ വളർത്താൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ സൊസൈറ്റിയിൽ പാല് കൊടുക്കുകയാണെങ്കിൽ കൂടി നമുക്ക് ലാഭകരമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സൊസൈറ്റിയിൽ പാല് കൊടുക്കുന്ന അത്ര ലാഭകരമല്ല, എന്നാൽ പോലും നമുക്ക് ലാഭകരമാക്കാൻ എന്താണ് വഴി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും എല്ലാത്തിനും ഉപകാരം ഞാൻ പറയുന്നത് വെച്ചാൽ കറവ കൂടുതലുള്ള പശുക്കളെ എപ്പോഴും സെലക്ട് ചെയ്യുക. എപ്പോഴും കറവ കൂടുതലുള്ള പശുക്കളെ സെലക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പലരും പറയുന്നുണ്ട് നഷ്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴും കേൾക്കുന്നത് നഷ്ടത്തിലാണ്. അപ്പൊ ഞാൻ പറയുമ്പോഴും പലരും പറയും എല്ലാം ചുമ്മാ പറയുന്നതാണ്. ഞാൻ ചുമ്മാ പറയുകയാണെങ്കിൽ ഇത്രയും കൊല്ലം എനിക്കിത് ചെയ്ത് ഇത്രയും കൂടുതൽ റൺ ചെയ്തും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്തിപ്പോ എത്ര നാളായിട്ട് നമ്മൾ ഈ ഫാം സ്റ്റാർട്ട് ചെയ്തിട്ട്?
മൊത്ത ഫാം നമ്മൾ ഈ 5 സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2.5 കൊല്ലത്തിന് അടുത്തായി. സ്റ്റാർട്ടിങ് സമയം നമുക്ക് വലിയ ലാഭമൊന്നും ഉണ്ടായില്ല, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെറിയ പശുക്കൾ വെച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ലോസ് ആയിരുന്നു, ഒരുപാട് പൈസ കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മള് ഇതിലേക്ക് വന്നതിൽ പിന്നെ ഞാൻ ഈ 2.5 കൊല്ലം മുന്നേ തന്നെ ഞാൻ എടുക്കുമ്പോൾ 97-98 രൂപ ഒരു പശുവിന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ പൈസയുടെ കാര്യം ആലോചിക്കാൻ വെച്ചാൽ ചിലപ്പോ ഇതുപോലെ വീഡിയോ എടുക്കാൻ ഞാനിവിടെ ഉണ്ടാവില്ല, ഞാൻ വീണ്ടും സൗദിയിലേക്ക് തന്നെ പോകേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നു, ഈ പറയുന്ന കാര്യം സത്യമാണോ എന്ന് അറിയാൻ. എന്നിട്ട് പലരും ഇതിലേക്ക് മാറി, പലരും പല കമന്റ്സ് ഞാൻ കണ്ടിരുന്നു. ഒരു 8 മാസം കഴിഞ്ഞാലും ഈ ഫാം ഒന്നുകൂടി ഇവര് ഇതിൽ റൺ ചെയ്ത് പോകുന്നത് എനിക്ക് കാണിക്കണം. ഈ 4 മാസം ഞങ്ങളോട് അതേപോലെ തന്നെ ഡോക്ടറാണ് തുടക്കത്തിൽ പറഞ്ഞ, നിങ്ങൾ 3 മാസത്തിൽ കൂടുതൽ ഇതിൽ നിൽക്കാൻ പറ്റില്ല, എന്താ വെച്ചാൽ പുല്ലുൽപാദനം ഇല്ല, അപ്പൊ നിങ്ങൾ ഈ സൈലേജ് കൊണ്ട് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല എന്ന് ഒരു ഡോക്ടറാണ് ഞങ്ങളോട് തുടക്കത്തിൽ പറയണത്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ സെയിം തന്നെയാണ്, ഞങ്ങൾക്ക് അത്രയും പണി ലാഭമാണ്. ഞങ്ങൾ ഇപ്പോഴും സൈലേജ് തന്നെ ഇപ്പൊ കണ്ടല്ലോ, ഫ്രണ്ടില് സൈലേജ് ലോഡ് അടിക്കുന്നു. ഇവിടെ അതായത് കാണുന്നൊക്കെ പുല്ലാണ്, ആ പുല്ല് ഇത്രയും പുല്ലുണ്ടായിട്ട് അടക്കം ഞങ്ങൾ ഇത്ര അടുത്ത് പുല്ലുണ്ടായിട്ട് ഞങ്ങൾ മേക്കാനോ അരിഞ്ഞു കൊടുക്കാനോ ഞങ്ങൾ ചെയ്യുന്നില്ല, ഞങ്ങൾ കൊടുക്കുന്നില്ല. ഞങ്ങളെല്ലാം സൈലേജ് മാത്രമേ ഉള്ളൂ. സൈലേജ് കൊണ്ട് നല്ല ആരോഗ്യം കിട്ടുന്നുണ്ട്. ഈ അകിട് വീക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്, അങ്ങനത്തെ കേസുകൾ ഇവിടെ വളരെ കുറവാണ്. അതെ അതെ, നമ്മൾ 2 ജോലിക്കാരെ വെക്കുന്ന സമയം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് സൈലേജ് കൊണ്ട് മുന്നോട്ട് പോകാം. എന്താന്ന് വെച്ചാൽ ചുരുങ്ങിയത് 26ഓളം പശുക്കൾ ഇപ്പൊ ഇവിടെ ഉണ്ട്. 26 പശുക്കൾക്ക് പുല്ല് എങ്ങനെ 1 ടണ്ണിന് മേലെ ഇത് നമ്മുടെ ഒരു എന്താ പറയാ ഫസ്റ്റ് വീഡിയോ എടുക്കുന്ന സെക്കൻഡ് ആക്ടിവേഷൻ ആണ്. അതെ അതെ, സെക്കൻഡ് ആക്ടിവേഷൻ ആണ്. ഇപ്പൊ ഫസ്റ്റ് ആക്ടിവേഷനിൽ ഏകദേശം 27 ലിറ്റർ പാല് കിട്ടിയതാണ്. അപ്പോ നമുക്ക് ഒരു 30 അപ്പോ പ്രതീക്ഷിക്കാം. അപ്പൊ എങ്ങനെ ഒരു 2 ഡേയ്സ് 3 ഡേയ്സിനുള്ളിൽ ഡെലിവറി ഉണ്ടാവും. അത് നമ്മുടെ ഇവിടെ വന്നിട്ട് ഇപ്പൊ 2 വർഷമായി. ആളുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സൈലേജ് വെറും 5 കിലോ സൈലേജ് 2 നേരം കൊടുത്തിട്ട് കാലിത്തീറ്റയും കൊടുത്തിട്ടുള്ള ബോഡിയാണിത്. നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോഴും പറയുന്നു, ആർക്ക് വേണിച്ചാലും ഇവിടെ വന്ന് നോക്കാം, ഞങ്ങള് പറഞ്ഞത് ശരിയാണോ എല്ലേന്നുള്ളത് ഇപ്പോഴും ഞാൻ ഒരു ചലഞ്ച് ആയിട്ട് വെക്കുകയാണ്. ഞങ്ങൾ കൊടുക്കുന്ന എത്രയാണ് കൊടുക്കുന്നത്. ഇപ്പോഴും മാർക്കറ്റിൽ പല കർഷകരും ചെറിയ പശുക്കൾ എടുത്തിട്ട് പോകുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ, നമുക്ക് എല്ലാവരോടും പോയി പറയാൻ പറ്റില്ലല്ലോ. ചെറിയ പശുക്കൾ എടുക്കുമ്പോൾ അവർക്ക് ആദ്യത്തെ ഒരു തുടക്കത്തിൽ 1-2 മാസം പാല് കിട്ടിയത് കൊണ്ട് കാര്യമായില്ലല്ലോ. പിന്നീടുള്ള കാലങ്ങൾ പാല് കിട്ടാതാവുമ്പോൾ അവർക്ക് അത് നഷ്ടത്തിലേക്ക് വരും. നമുക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞു കിട്ടുന്നല്ലാതെ വേറെ ഒരു ഗുണം അതിൽ കാണാനില്ല. ഇതാവുമ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് 1 വർഷം വേണമെങ്കിൽ 1 വർഷം സുഖമായിട്ട് കറക്കാം. പാലിന് വലിയൊരു കുറവ് വേരിയേഷൻ ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല. നമുക്കൊരു പശുവിന് ഒരു 500-600 രൂപ വരെ പ്രോഫിറ്റബിൾ ആണ്. അത് വെറും 20 ലിറ്റർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു പശു ഇതുപോലുള്ള പശുക്കളെ നമുക്ക് 26 കറന്നു. അപ്പൊ നമുക്ക് അതിന്റെ പ്രോഫിറ്റിന്റെ ലെവൽ കൂടും. മിനിമം ഒരു 20 ലിറ്റർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ 500-600 വരുന്നതെന്ന് പറയുന്നത്. ഇവർ നമുക്കൊരു ദിവസം 320 രൂപ തീറ്റ വരുന്നുണ്ട്. തീറ്റയുടെ അതെ 320 രൂപ നമുക്ക് മൊത്തം സൈലേജിന്റെ റേറ്റും കാലിത്തീറ്റയുടെ റേറ്റും പാടെ ചേർത്തിട്ട് നമുക്ക് 320 രൂപ ഒരു പശുവിന് 20 ലിറ്റർ കറക്കുന്ന പശുവിന് ചെലവ് വരുന്നുണ്ട്. അത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 6 ലിറ്ററോളം നമുക്ക് ചെലവ് പോകുന്നുണ്ട്. ബാക്കിയുള്ള 13.5 ലിറ്റർ പാല് നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. അങ്ങനെയാണ് ഇതിനെ ശരിക്കും പറയേണ്ടത്. അപ്പോൾ അത്യാവശ്യം ഒരു പശുവിൽ നിന്ന് മിനിമം 20 വന്നാലാണ് നമുക്ക് നല്ല രീതിക്ക് ഒരു ഫാമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. 20 എബോ കറക്കുന്നതൊക്കെ നമ്മുടെ ബോണസ് ആയിട്ട് കരുതിയാൽ മതി. നമ്മൾ 20 മിനിമം കറന്നിരിക്കണം. ഒരു ഫാമിൽ നിർബന്ധമായി 20 ലിറ്റർ കറന്നാൽ മാത്രമാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. 20 ലിറ്റർ കറക്കുന്ന ഏതെങ്കിലും പശുവായിട്ടും കാര്യമില്ല. ബ്രീഡ് ക്വാളിറ്റിയുള്ള HF ബ്രീഡ് ക്വാളിറ്റിയുള്ള പശുക്കൾ തന്നെ വേണം. അതായത് പാലുൽപാദനം ഈട് നിൽക്കുന്ന പശുക്കൾ തന്നെ തീർച്ചയായിട്ടും വേണം. അതിന് നമ്മൾ ഒന്നില്ലെങ്കിൽ കൃഷ്ണഗിരി അല്ലെങ്കിൽ ചിന്താമണി പോയാൽ മാത്രമാണ് നമുക്ക് അങ്ങനെയുള്ള നല്ല പശുക്കൾ നമുക്ക് കിട്ടത്തുള്ളൂ. കുട്ടികളെ എന്ന് പറയുമ്പോൾ ശരിക്കും എന്ന് പറഞ്ഞു വെച്ചാൽ ഞങ്ങളെ ഒരിക്കലും കുട്ടികളൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ അതിൻ്റെതായ സെക്ഷനാക്കി, അതായത് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന കുട്ടികളെ പറയുമ്പോൾ പിന്നെ നമ്മൾ ഇതിന് ABS കുത്തി നല്ല പാലുൽപാദനം കൂടുതലുള്ള പശുവിന് ABS കുത്തി അതിൽ നിന്ന് നല്ല കുട്ടികളെ ഉണ്ടാക്കി അതിനെ തനിച്ചൊരു സെക്ഷൻ ആക്കിയിട്ടൊക്കെ വളർത്തി വലുതാക്കിയാൽ കുഴപ്പമില്ല. പക്ഷെ അപ്പോഴും റേറ്റ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും. നമ്മളിപ്പോ പുറത്തുനിന്ന് മേടിക്കുന്നതും കുട്ടിനെ വലുതാക്കി എടുക്കുന്നതും സെയിം തന്നെ ആയിരിക്കും. പിന്നെ എന്താണ് നമ്മൾ ഈ കുട്ടിയെ വളർത്തുന്നതിനേക്കാളും നല്ലത് നമുക്കൊരു 25-30 രൂപ ആ റേഞ്ചിൽ നല്ല പശുക്കുട്ടികൾ കിട്ടും.
അതായത് ഒരു 9 മാസം 10 മാസമായ പശുക്കുട്ടികളെ കേടുമാറിയ പശുക്കുട്ടികളെ കിട്ടും. അതാണ് വാങ്ങുന്നതാണ് ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി നല്ലത്. അതായത് അത്യാവശ്യം നല്ല ഹൈറ്റും നല്ല ബ്രീഡും ഒക്കെ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കുട്ടികളെ ചെറുതിന്ന് വളർത്തുന്നതിനേക്കാളും ഒരു ഇടത്തരം വാങ്ങി വളർത്തുന്നതായിരിക്കും കുറച്ചുകൂടി കർഷകർക്ക് നല്ലതെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. ഹൈബ്രിഡ് പശുക്കളെ വളർത്തുമ്പോൾ ഒരുപാട് മെയിൻ്റെനൻസ് കോസ്റ്റ് ഉണ്ടോ നമുക്ക് ശരിക്കും? അങ്ങനെ പറയാൻ പറ്റില്ല, ഇല്ല എന്ന് പറയാനും പറ്റില്ല. എന്താ കാരണം? അതെ രണ്ടും ഉണ്ട്. എന്താ കാരണം ചോദിച്ചാൽ തുടക്കത്തിൽ നമുക്ക് അത്യാവശ്യം ചെലവുകൾ വരുന്നുണ്ട്. അത് നമ്മുടെ ഇവിടെ ആയിട്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ആ ഒരു ചെലവ് വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ പറയുക, ഇവിടുത്തെ നാടൻ പശുക്കളെ പോലെ ആവും വരും. പിന്നെ ആ പോയത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വീണ്ടെടുക്കാനുള്ളത് അടുത്ത ഓപ്ഷനാണ്. പിന്നെ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ചികിത്സാ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. മെയിനായിട്ട് തൊഴുത്തിൽ എന്താ പറയുക വെള്ളത്തിന്റെ അംശം കുറയ്ക്കുക. അതാണ് ഈ HF പശുക്കൾക്ക് ഏറ്റവും നല്ലത്. സ്റ്റാർട്ടിംഗ് ഉണ്ടാവുന്ന ആ എക്സ്പെൻസ് എന്തൊക്കെയായിരിക്കും ഒന്ന് പറയാം? എക്സ്പെൻസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഈ തീറ്റ എടുക്കായ്മ, തീറ്റ മടുപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തുടക്കത്തിൽ വരും. പശുക്കളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ കൂടുതലും പ്രസവിച്ച 1-2 ദിവസത്തിലാണല്ലോ കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഈ തീറ്റയൊക്കെ എടുക്കാൻ എങ്ങനെയും 10-15 ദിവസം എടുക്കും. പിന്നെ അതൊക്കെ എടുത്ത് ഒന്ന് നല്ല സ്പീഡപ്പ് ആയാലാണ് എന്താ പറയാ പാലിന്റെ വളർച്ച, പാലിന്റെ അളവ് കൂടുന്നത് അപ്പോഴാണ്. അപ്പൊ അതുവരെ കുറച്ച് ദിവസം നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെഡിസിൻ ഒക്കെ നല്ല ചെലവ് വരും. ഇല്ലാന്ന് ഒരിക്കലും പറയില്ല. വെറ്റിനറി ആയതുകൊണ്ട് നല്ലൊരു മെഡിസിൻ ചെലവ് നമുക്ക് വരുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ നമുക്കൊരു 20 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് നമുക്ക് ചെലവ് വരുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പശുക്കളെ വളർത്തിയിട്ട് നമുക്ക് 100% വിജയമാണ് അല്ലെ? തീർച്ചയായും, അതിലൊരു സംശയം വേണ്ട. അത് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ വലിയൊരു ഉദാഹരണം. നമ്മളാകുമ്പോ കർഷകരും കൂടിയാണ്. അതെ തീർച്ചയായും കർഷകർ തന്നെയാണ് മെയിൻ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പാലക്കാടുള്ള ഷീര ഡയറി ഫാമിന്റെ കാഴ്ചകളാണ്. ഇവിടെ പുല്ല് കൊടുക്കുന്നില്ല, വൈക്കോല് കൊടുക്കുന്നില്ല, പകരം സൈലേജ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യുക. പിന്നെ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണാം.